പ്രകാശൻ ചുനങ്ങാടിൻ്റെ കഴുകൻ എന്ന നോവലിലെ മൂന്നാമത്തെ ഭാഗം. നോവൽ കഴുകൻ ഭാഗം 3. പിതൃലോകത്തേക്കുള്ള കൂറ്റൻ കവാടം ഇട്ടിച്ചിരിയുടെ ആത്മാവിനു മുമ്പിൽ ഇപ്പോഴും അടഞ്ഞു കിടന്നു. ഭൂമിയുടെ പച്ചപ്പിൽ നിന്നുയർന്നു പൊങ്ങി ആകാശവും താണ്ടി പിതൃലോകത്തിൻ്റെ ഈ കവാടത്തിന് മുന്നിലെത്തിയിരിപ്പായിട്ട് 41 പിന്നെ ഒരു 41 രാവുകൾ കഴിഞ്ഞു പോയിരിക്കുന്നു. ഭൂമിയിൽ നിന്നു പറന്നു വന്നുകൊണ്ടിരിക്കുന്ന മറ്റാത്മാക്കളോടൊപ്പം അകത്തു കടക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അദൃശ്യമായൊരു കരം ശക്തമായി അവളെ പിറകോട്ട് പിടിച്ചു തള്ളി. 82 രാപ്പകലുകൾ കടന്നുപോയ ആ ദിവസം മുഴക്കമുള്ളൊരു ശബ്ദം ഇട്ടിച്ചിരിയുടെ ആത്മാവ് കേട്ടു. ഗതി കിട്ടാത്തവളെ, നീ ഭൂമിയിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക. നിനക്ക് വേണ്ടി ഒരാളും പിണ്ടമുരുട്ടിവെക്കുകയോ തർപ്പണം ചെയ്യുകയോ ഉണ്ടായിട്ടില്ല. ദുരാത്മാവായി പിറന്ന നാട്ടിൽ അലഞ്ഞു നടക്കാനാണ് നിന്റെ വിധി. നിനക്ക് തിരിച്ചു വരാനാകും. നിനക്കായി നിന്റെ രക്തബന്ധത്തിലുള്ള ആരെങ്കിലും ഒരു ഉരുള ചോറുരുട്ടിവെച്ച് നീർവീഴ്ത്തി നിന്നെ കൈകൊട്ടി വിളിച്ച് ഊട്ടാനൊരുങ്ങുന്ന ദിവസം, അതുമല്ലെങ്കിൽ നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായവനെ നീ ഇങ്ങോട്ടയക്കുന്ന ദിവസം, ആ ദിവസം വരെ നിനക്കിഷ്ടമുള്ള രൂപം ധരിച്ച് മനുഷ്യമൃഗാദികളെ പ്രലോഭിപ്പിച്ചും പേടിപ്പിച്ചും അസ്തമയം മുതൽ ഉദയം വരെ നീ വിലസിക്കൊള്ളുക. ദുരാത്മാവെ, മടങ്ങിപ്പോയിക്കൊള്ളുക. അധ്യായം 1. 3 മാസം കഴിഞ്ഞൊരു ദിവസം രാവിലെ മെയിൽ വണ്ടിക്ക് മദിരാശിയിൽ നിന്ന് മടങ്ങി ശേഖരൻകുട്ടി ഒലവക്കോട്ടെത്തി. ലോഡ്ജിൽ ചെന്ന് കുളിച്ച് ലോഡ്ജിൻ്റെ മുമ്പിലുള്ള അയ്യരുടെ കടയിൽ നിന്ന് ഇഡ്ഡലിയും സാമ്പാറും കഴിച്ച് അവൻ ഗോവിന്ദാപുരത്തേക്ക് പുറപ്പെട്ടിറങ്ങി. ഈ 3 മാസത്തിനിടയ്ക്ക് 3-4 തവണയേ ഹേമയെ ഫോണിൽ കിട്ടിയുള്ളൂ. മദിരാശിയിലെത്തിയ ദിവസം ഹേമയെ വിളിച്ചു. അവൾ ഏറെ നേരം വർത്തമാനം പറഞ്ഞു. അവളുടെ സംസാരത്തിൽ സ്നേഹത്തിൻ്റെ മധുരവും വിരഹത്തിൻ്റെ തീവ്രതയും ഉണ്ടായിരുന്നു. പിന്നീട് ദിവസങ്ങളോളം ശ്രമിച്ചെങ്കിലും അവളെ ഫോണിൽ കിട്ടിയില്ല. ചിലപ്പോൾ ഫോൺ കേടായിരിക്കും. ട്രങ്ക് ബുക്ക് ചെയ്ത് മണിക്കൂറുകളോളം കാത്തിരുന്നിട്ടും ഫലം കണ്ടില്ല. പ്രതീക്ഷിക്കാതൊരു ദിവസം ഹേമയുടെ ഫോൺ പ്രതികരിച്ചു. സംസാരം തുടരാൻ എന്തുകൊണ്ടോ അവൾ ഉത്സാഹം കാണിച്ചില്ല. എന്നാൽ വെക്കട്ടെ, അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ ഹേമ ഫോൺ വെച്ചു. ഫോണിൻ്റെ റിസീവർ കയ്യിൽ വെച്ച് ശേഖരൻകുട്ടി മുഖത്തടി കൊണ്ട പോലെ നിന്നു. ബൂത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അവൻ അതിശയപ്പെട്ടു. ഇവൾക്ക് എന്തു പറ്റി? വാതോരാതെ വർത്തമാനം പറയുന്നവളാണല്ലോ. അതിൽ പിന്നീട് ഒരിക്കലും ഹേമയെ ഫോണിൽ കിട്ടിയില്ല. 1-2 തവണ റിങ് പോകുന്നുണ്ടെന്ന് തോന്നി. മറുതലയ്ക്കൽ ആരോ ഫോൺ എടുക്കുന്നുണ്ടല്ലോ. ഹലോ എന്ന് പറയുമ്പോഴേക്കും കട്ടായി. ആദ്യത്തെ 1-2 ആഴ്ച ഒന്നരാടം ഓരോ കത്തെഴുതി പോസ്റ്റ് ചെയ്തു. 2 കത്തിന് നീണ്ട മറുപടി വന്നു. ആ കത്തുകൾ നിധി പോലെ ശേഖരൻകുട്ടി സൂക്ഷിച്ചു. പ്രാണപ്രിയനെ പിരിഞ്ഞിരിക്കുന്ന വേദന എത്ര മനോഹരമായാണ് അവൾ വടിവത്ത അക്ഷരങ്ങളിൽ വരച്ചു വെച്ചത്. ആ മട്ടിലുള്ള കത്തുകൾ അതോടെ നിന്നു. പിന്നീടൊരു 2 ആഴ്ച വല്ലപ്പോഴും ഇവിടെ സുഖം അവിടെയും സുഖമെന്ന് വിശ്വസിക്കുന്നു എന്നൊരൊഴുക്കൻ മട്ടിലായിരുന്നു അവൾ പ്രാണനാഥന് എഴുതിയത്. മദിരാശിയിൽ നിന്ന് ഗോവിന്ദാപുരത്തേക്ക് പിന്നീടും കത്തുകൾ മുറക്കി പോയിക്കൊണ്ടിരുന്നെങ്കിലും ഒന്നിനും മറുപടി വരികയുണ്ടായില്ല. പ്രതീക്ഷയോടെ എന്നും ശേഖരൻകുട്ടി പോസ്റ്റ് ഓഫീസിൽ ഹാജരായി. പോസ്റ്റ്മാൻ മലയാളത്തുകാരൻ, വടകരക്കാരൻ ഒരു കുറുപ്പ്. ശേഖരൻകുട്ടിയുടെ മുഖം ജനാലയ്ക്കൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അയാൾ മേശപ്പുറത്ത് അടുക്കി നിരത്തി വെച്ച കത്തുകളിൽ പരതി. ഇല്ലല്ലോ കുട്ടി, അയാൾ കൈമലർത്തി. കുറുപ്പിൻ്റെ സ്ഥിരം പല്ലവി കേട്ട് അവൻ എന്നും പോസ്റ്റ് ഓഫീസിൻ്റെ വാതിൽപ്പടി കടന്ന് കത്തുന്ന വെയിലത്തേക്കിറങ്ങി. ചുട്ടുപൊള്ളുന്ന പെരുവഴികളിലൂടെ ഒരു ലക്ഷ്യവുമില്ലാതെ അലഞ്ഞു നടന്നു. വൈകിട്ട് കൂടണഞ്ഞു. നിദ്രാവിഹീനായി കട്ടിലിൽ മലർന്നു കിടക്കാൻ മാത്രം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസ് എന്നൊരു സ്ഥാപനം മദിരാശിയിലുണ്ടെന്നറിയാം. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേൽവിലാസം പെട്ടിക്കടിയിൽ കിടപ്പുണ്ടായിരുന്നു. ചെന്ന ദിവസം തന്നെ കുട്ടിനാരായണനെയും കൂട്ടി ബ്രോഡ്വേയിൽ പോയി സ്ഥാപനം കണ്ടുപിടിച്ചു. എത്ര മാസത്തെ കോഴ്സാണ്, ഫീസ് എത്ര തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. ചേരണമെന്ന് തന്നെ മനസ്സിൽ ഉറപ്പിച്ചു കഴിയുമ്പോഴാണ് ഹേമയുടെ ഫോൺ ശബ്ദിക്കാതായത്. കത്തിൽ മധുരം കുറഞ്ഞു വന്നത്. കത്തുകളുടെ വരവ് നിലച്ചത്. ഒന്നിനും ഒരു ഉത്സാഹവും തോന്നിയില്ല. പ്രാണൻ വേർപിരിയുന്ന നിമിഷങ്ങളിൽ ഇറ്റിച്ചിരി ശപിച്ചിട്ടുണ്ടാകുമോ? അപ്പോട്ടെ നാളെ അവളുടെ കഴുത്തിൽ താലി കെട്ടുമെന്ന് സന്തോഷിച്ച് ആകാംക്ഷയോടെ ദിവസങ്ങൾ തള്ളി നീക്കുകയായിരുന്നു ആ അടിച്ചുതലിക്കാരിയുടെ മകൾ. പെണ്ണിൻ്റെ ശാപം ഫലിക്കുമോ? ഇല്ലെന്ന് തന്നെ ശേഖരൻകുട്ടി ആശ്വസിച്ചു. ആലോചിച്ച് ശേഖരൻകുട്ടി ദിവസങ്ങൾ തള്ളി നീക്കി. നീ ആ പഴയ ശേഖരൻകുട്ടി അല്ലല്ലോ? കുട്ടിനാരായണൻ കുത്തി ചോദിച്ചിട്ടും അവൻ മൗനിയായിരുന്നു. താടിമീശ വളർന്നു വരുന്നത് കാര്യമാക്കിയില്ല.
കുളിച്ച് ഷേവ് ചെയ്ത് മുടി ചീകി ഇസ്തിരിയിട്ട പാൻറ് ഷർട്ടും ധരിച്ച് ഇവൻ നടക്കുമാറുള്ളൂ എന്ന് കൂട്ടുകാരൻ അത്ഭുതപ്പെട്ടു. നാട്ടിലേക്ക് വണ്ടി കയറുന്നതിൻ്റെ തലേ ദിവസം ശേഖരൻകുട്ടി കൂട്ടുകാരനോട് പറഞ്ഞു, നാളെ ഞാൻ നാട്ടിൽ പോകുന്നു. എപ്പോൾ വരും? അറിയില്ല. ഇംഗ്ലീഷ് കോച്ചിങ്ങിന് വേണ്ടി മദിരാശിയിലേക്ക് വരുന്നു എന്നാണ് കുട്ടിനാരായണനോട് വിളിച്ചു പറഞ്ഞത്. സിവിൽ സർവീസാണ് അവൻ്റെ സ്വപ്നം. അവൻ്റെ സ്വപ്നം സഫലമാവുമെന്ന് തന്നെ വേണം കരുതാൻ. ബുദ്ധിരാക്ഷസനാണ് ശേഖരൻകുട്ടി. കോഴ്സിന് ചേരേണ്ട കാര്യം ഇപ്പോഴവൻ സംസാരിക്കുന്നേയില്ല. എത്ര ചോദിച്ചാലും അവൻ വാ തുറക്കുന്നില്ല. ശേഖരൻകുട്ടിക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. പെട്ടിക്കടിയിൽ പച്ചനോട്ടിൻ്റെ കെട്ടുകളുണ്ട്. അച്ഛൻ്റെ ഒരേ ഒരു സന്താനം, ധാരാളം ഭൂസ്വത്ത്. എന്താണ് അവൻ്റെ പ്രശ്നം? ഏത് ചിന്തയാണ് ഇവനെ അലട്ടുന്നത്? മനോനില തെറ്റിയവനെ പോലെയാണ് പെരുമാറ്റം. ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ചാലോ? പ്രഗത്ഭന്മാരായ മനോരോഗ ചികിത്സക്കാരുണ്ട് മദിരാശി നഗരത്തിൽ. എങ്ങനെ അവനോടിത് അവതരിപ്പിക്കും? ഏതായാലും അവൻ നാട്ടിൽ പോയി വരട്ടെ. ഏത് ഡോക്ടറെ കാണിക്കണമെന്ന് അന്വേഷിച്ചറിഞ്ഞു വയ്ക്കാം. അധ്യായം 2. ഗോവിന്ദാപുരത്ത് ബസ്സിറങ്ങിയപ്പോൾ മണി 12. തലയ്ക്ക് മുകളിൽ കത്തിയെരിയുന്ന സൂര്യൻ. സെൻറ്ററിൽ നിന്ന് കിഴക്കോട്ട് 4 ഫർലോങ് നടക്കണം ഹേമയുടെ ബംഗ്ലാവിലേക്ക്. അടഞ്ഞുകിടക്കുന്ന ഗേറ്റിന് മുമ്പിൽ ശേഖരൻകുട്ടി നിന്നു. ഹേമയുടെ അച്ഛൻ്റെ പ്ലിമത്ത് കാർ കാണുന്നില്ല. അദ്ദേഹം കളക്ട്രേറ്റിലായിരിക്കും. പോർട്ടിക്കോവിൽ ഷെവർലെ കിടപ്പുണ്ടാവും ചെല്ലുമ്പോഴൊക്കെ. കുടുംബയാത്രകൾക്ക് ആ കാറേ ഉപയോഗിക്കാറുള്ളൂ എന്ന് ഹേമ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പോർട്ടിക്കോ ശൂന്യം. ഹേമയും അമ്മയും സ്ഥലത്തില്ലെന്ന് തോന്നുന്നു. ചിലപ്പോൾ ചിറ്റൂർക്കോ മറ്റോ പോയതാവാം. ഗേറ്റ് പൂട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ബംഗ്ലാവിൽ പണിക്കാരെങ്കിലും കാണും. ഗേറ്റ് തുറന്ന് അകത്തേക്ക് നടന്നു. നടപ്പാതയ്ക്ക് അരികു പിടിപ്പിച്ച പൂച്ചെടികൾ ശേഖരൻകുട്ടിയെ കണ്ട് പരിചയഭാവത്തിൽ ചിരിച്ചു. വരാന്തയിൽ കയറി ഡോർബെൽ അമർത്തി. അകത്ത് മണി മുഴങ്ങുന്ന ഒച്ച. അവൻ കാത്തുനിന്നു. മുഖവാതിൽ തുറക്കുന്നു. ജാനകി അമ്മ മുന്നിൽ. ആരാപ്പത്? വരിക, ഇരിക്കുക. ശേഖരൻകുട്ടി സ്വീകരണ മുറിയിലേക്ക് കാലെടുത്ത് വെക്കവേ ജാനകി അമ്മ ചോദിച്ചു, എൻ്റെ കല്യാണത്തിന് കണ്ടില്ല? ആരുടെ കല്യാണം? ഹേമക്കുട്ടിയുടെ കല്യാണക്കുറി അയച്ചു എന്നാണല്ലോ കുട്ടി പറഞ്ഞത്. എവിടെ ഹേമ? കുട്ടി ഭർത്താവിൻ്റെ കൂടെ ബോംബെക്ക് പോയില്ലേ? അവിടെ വലിയ ഉദ്യോഗം അത്ര അയാൾക്ക്. അമ്മ തറവാട്ടിൽ പോയിരിക്കുക. നാളെ കഴിഞ്ഞേ വരൂ. പിന്നീട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ ശേഖരൻകുട്ടി ഒതുക്കുകളിൽ ഇറങ്ങി. ചായ കുടിച്ചിട്ട്. തലയ്ക്ക് മുകളിൽ കറുത്ത സൂര്യൻ. എങ്ങോട്ട് പോകണമെന്ന് ഒരു രൂപവും ഉണ്ടായില്ല. പരിചയം കൊണ്ടായിരിക്കാം കാലുകൾ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചു. പാലക്കാട് ബോർഡ് വെച്ച ബസ് പുറപ്പെടാൻ മുരണ്ടുകൊണ്ട് നിൽക്കുന്നു. ശേഖരൻകുട്ടി ബസ്സിൽ കയറിയിരുന്നു. ബസ് നീങ്ങി തുടങ്ങുന്നു. എവിടേക്കാണേട്ടെ? കണ്ടക്ടർ ചോദിച്ചു. ശേഖരൻകുട്ടി അയാളെ തുറിച്ചു നോക്കി. പോക്കറ്റിൽ നിന്ന് കുറേ നോട്ടുകളെടുത്ത് കണ്ടക്ടറുടെ നീട്ടിയ കയ്യിൽ വെച്ചു. അയാൾ അന്തം വിട്ടു നിൽക്കുന്നു. പാലക്കാട്ടേക്കാ? അതെ. കൃത്യം പൈസ എണ്ണിയെടുത്ത് ബാക്കി പണം കണ്ടക്ടർ ശേഖരൻകുട്ടിക്ക് നീട്ടി. അധ്യായം 3. സ്വപ്നാടനക്കാരനെ പോലെ ശേഖരൻകുട്ടി ലോഡ്ജിൽ തിരിച്ചെത്തി. രാമേട്ടൻ പുറത്തു പോയിരിക്കുന്നു. ശെൽവനുണ്ട് ലോഡ്ജിൽ. ശെൽവ, എന്താ ശേഖരേട്ടാ? ഒരു കുപ്പി വാങ്ങി വാ. ഈ നേരത്തോ? വേണം. രാമേട്ടൻ അറിയണ്ട. റമ്മാണോ ബ്രാൻഡിയാണോ? ഏതെങ്കിലും. കൊറിക്കാൻ എന്താ വേണ്ടേ? നിലക്കടല വറുത്തതായാലോ? നിൻ്റെ ഇഷ്ടം. ശേഖരൻകുട്ടി മുറി തുറന്ന് അട്ടം നോക്കി മലർന്നു കിടന്നു. ഹേമ പോയി. അവൾ കല്യാണം കഴിഞ്ഞ നായരുടെ കൂടെ ബോംബെയിലെത്തിയിരിക്കുന്നു. പഴയ വസ്ത്രം മാറുന്ന പോലെ എത്ര എളുപ്പത്തിലാണ് അവൾ കാമുകനെ മറന്നത്. എത്ര നിസ്സാരമായി അവൾക്ക് എന്നോടുള്ള പ്രണയം മായ്ച്ചു കളയാൻ കഴിഞ്ഞു. വഞ്ചകി. ഇപ്പോൾ ഓർമ്മയിൽ വരുന്നത് ഇറ്റിച്ചിരിയുടെ പേടിച്ചരണ്ട മുഖം, പുറത്തേക്ക് തള്ളി വരുന്ന കണ്ണുകൾ, പിടയുന്ന ഉടൽ. കണ്ണുകൾ ഇറുക്കിയടച്ച് ഓർമ്മകളെ കുടഞ്ഞു കളയാൻ ശ്രമിച്ചു. ശെൽവൻ വന്നു. മടിക്കുത്തിൽ തിരികെ വെച്ചിരുന്ന ബ്രാൻഡിക്കുപ്പിയും കടലപ്പൊതിയും മേശപ്പുറത്ത് വെച്ചു. പുറത്തു കടന്ന് വാതിൽ അമ്പിച്ചടച്ചു. അഥവാ രാമേട്ടൻ കയറി വരികയാണെങ്കിൽ മുറിയിലെ കാഴ്ച കാണണ്ട. പഴി കേൾക്കുന്നത് ഈ ശെൽവനായിരിക്കും. 2 പൊട്ടിക്കാനും രാമേട്ടൻ മടിക്കില്ല. മുറിയുടെ മൂലയ്ക്ക് മൺകൂജയിൽ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. ശേഖരൻകുട്ടി കൂജയ്ക്ക് മുകളിൽ കമഴ്ത്തി വെച്ച ചില്ലു ഗ്ലാസ് എടുത്തു. ഗ്ലാസിൻ്റെ 3/4 ഭാഗം ബ്രാൻഡി ഒഴിച്ചു. ബാക്കി വെള്ളം മടമടാ കുടിച്ചു. വറുത്ത കടല വാരി വായിലിട്ടു. കുപ്പി വീണ്ടും ഗ്ലാസ്സിലേക്ക് കമഴ്ത്തി. എത്ര വട്ടം! ഇപ്പോൾ കുപ്പി കാലിയാണ്. കാലിക്കുപ്പി കട്ടിലിൻ്റെ അടിയിലേക്കെറിഞ്ഞ് ശേഖരൻകുട്ടി കിടക്കയിലേക്ക് മറിഞ്ഞു.
സന്ധ്യയ്ക്ക് ശെൽവൻ വന്ന വാതിലിൽ മുട്ടി. ആളനക്കം കേൾക്കുന്നില്ലല്ലോ. ഏട്ട പുറത്തു പോയിട്ടില്ലെന്ന് ഉറപ്പാണ്. പിന്നെ എന്തു പറ്റി? വാതിൽ തള്ളി തുറന്നു. കട്ടിലിൽ ഏട്ട മലർന്നു കിടക്കുന്നു, ചത്ത ശവം പോലെ. മുറി മുഴുവൻ തപ്പി. കുപ്പി എവിടെ? കട്ടിലിനടിയിൽ കാലിയായ കുപ്പി കണ്ട് ശെൽവൻ പേടിച്ചു. സന്ധ്യയ്ക്ക് രാമേട്ടൻ വരും. ഏട്ടയെ അന്വേഷിച്ച് മുകളിൽ കയറി വരും. വാതിൽ തുറന്നു നോക്കുമ്പോൾ, എനിക്കറിയില്ല, ഞാനൊന്നും അറിഞ്ഞതല്ല. ഏട്ട മദിരാശിയിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കും സാധനമെന്ന് പറഞ്ഞ തടിയൂരാം. രാമേട്ടൻ വിശ്വസിക്കണമെന്നില്ല. ശെൽവൻ ശേഖരൻകുട്ടിയെ തട്ടി വിളിച്ചു. ഏട്ട ചോറ്. ശേഖരൻകുട്ടി ഒന്ന് ഞരങ്ങി. എന്നിട്ട് തിരിഞ്ഞു കടന്നു. ശെൽവൻ പാടത്തിനക്കരെ നിന്നാണ് വിളിക്കുന്നത്. വേണ്ടെന്ന അർത്ഥത്തിൽ അവൻ കൈ ചലിപ്പിച്ചു. സന്ധ്യ മയങ്ങിയിരുന്നു രാമേട്ടൻ എത്തിയപ്പോൾ. ഏട്ട മുകളിലുണ്ടെന്ന് ശെൽവൻ പറഞ്ഞു. രാമേട്ടൻ കോണി കയറി ചെന്നു. വാതിലിൽ മുട്ടി പലവട്ടം. എന്തേ ശേഖരൻകുട്ടി ഉണരാത്തത്? പകലുറക്കം പതിവില്ലാത്തതാണല്ലോ. മുറിയിലുണ്ടെങ്കിൽ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കും. അതാണ് കുട്ടിയുടെ ശീലം. ശക്തിയായെന്ന് തള്ളിയപ്പോൾ വാതിൽ തുറന്നു. മദ്യത്തിൻ്റെ മൂക്കു തുളയ്ക്കുന്ന ഗന്ധം. ശേഖരൻകുട്ടി കട്ടിലിൽ മലർന്നു കിടക്കുന്നു. ബോധം കെട്ടുറങ്ങുകയാണ്. ഇത് പഴയ ശേഖരൻകുട്ടിയല്ല, അവൻ്റെ പ്രേതമാണ്. താടിയും മുടിയും വളർന്ന പ്രാകൃതനെ പോലെ. 3 മാസം മുമ്പാണ് കുട്ടി മദിരാശിയിലേക്ക് വണ്ടി കയറിയത്. 3 മാസം കൊണ്ട് ഇങ്ങനെയും ഒരാൾ മാറിപ്പോകുമോ? കാശിൻ്റെ കുറവാകാൻ തരമില്ല. സമ്പത്തുള്ള തറവാട്, ഏക മകൻ. മനസ്സിൻ്റെ താളം തെറ്റിയതായിരിക്കും. മുറി കൊടുത്തത് പൊല്ലാപ്പാകുമോ ദൈവമേ? ശേഖരൻകുട്ടി, രാമേട്ടൻ വിളിച്ചു. അവൻ കണ്ണു തുറന്ന് രാമേട്ടനെ തുറച്ചു നോക്കി. എണീക്ക് കുളിക്ക്. അത്താഴപ്പഷ്ണി കിടക്കാതെ. ശെൽവനെ വിട്ട് ആഹാരം വാങ്ങിപ്പിക്കാം. ശേഖരൻകുട്ടി വീണ്ടും കണ്ണുകൾ അടച്ചു. രാമേട്ടൻ മുറിയുടെ വാതിൽ ചാരി വെച്ച് താഴേക്ക് പോന്നു. ഒരു ഗ്ലാസ് പുളിയുള്ള മോര് വാങ്ങാൻ ശെൽവനെ പറഞ്ഞയച്ചു. കള്ളിൻ്റെ കെട്ടുവിടണമെങ്കിൽ പുളിച്ച മോരാണ് നല്ലത്. എന്നിട്ടാവാം ആഹാരം കൊടുക്കുന്നത്. പുളിച്ച മോര് വന്നു. രാമേട്ടനും ശെൽവനും ശേഖരൻകുട്ടിയെ കിടക്കയിൽ താങ്ങിപ്പിടിച്ചിരുത്തി നിർബന്ധിച്ച മോര് മുഴുവൻ കുടിപ്പിച്ചു. അവൻ വീണ്ടും കിടക്കയിലേക്ക് ചെരിഞ്ഞു. കിടക്കട്ടെ, കുറേ കഴിയുമ്പോൾ കെട്ടുവിടും. രാത്രി ഏറെ ചെന്നാണ് ശേഖരൻകുട്ടി ഉണർന്നത്. എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചു. ദേഹം കുഴഞ്ഞു പോകുന്നത് പോലെ. തലയ്ക്ക് വല്ലാത്ത പെരുപ്പ്. ശെൽവൻ സഹായിച്ചു. പെട്ടിയിൽ നിന്ന് തോർത്തു തപ്പിയെടുത്ത് ഏട്ടയെ കൈ പിടിച്ച് കുളിമുറിയിലേക്ക് നടത്തിച്ചു. പൈപ്പിൻ്റെ ചോട്ടിൽ പിടിച്ചിരുത്തി ടാപ്പ് തുറന്നു വെച്ചു. കുറച്ചധികം നേരം തലയിൽ വെള്ളം വീഴുമ്പോൾ ശേഖരൻകുട്ടിക്ക് സുഖം തോന്നി. കുളിമുറി അപ്പാടെ തിരിയുകയായിരുന്നു. പൈപ്പിൻ്റെ ചോട്ടിൽ കുത്തിയിരുന്നപ്പോൾ തലയുടെ പെരുപ്പ് കുറഞ്ഞു. എണീറ്റ് നിൽക്കാമെന്നായി. തലയും മേലും തുവർത്തി. മുറിയിൽ നിന്ന് പുതിയ മുണ്ടെടുത്തു. ഷർട്ട് ധരിച്ച് മുടിയും ചീകിയപ്പോൾ എല്ലാം പഴയപടിയായി. ശെൽവൻ കട്ടിള ചാരി നിൽപ്പുണ്ട്. ശേഖരൻകുട്ടി പേഴ്സ് തുറന്ന് കുറച്ച് നോട്ടുകളെടുത്ത് ശെൽവന് നീട്ടി. നീ ഒരു പൈൻറ്റ് വാങ്ങി വാ. ഏട്ടേ, വേണ്ട, ഇന്നിനെ ഏട്ട കുടിക്കണ്ട, ഞാൻ കൊണ്ടുവരില്ല. കുടിച്ച വീണ്ടും ബോധം കെട്ടുറങ്ങാനുള്ള മോഹം തൽക്കാലം ഉപേക്ഷിക്കേണ്ടി വന്നു. അത്താഴത്തിന് തയർ സാദം, ആവയ്ക്ക അച്ചാർ. കാലത്ത് പ്രാതലിന് ഇഡ്ഡലിയും സാമ്പാറും പൊട്ടുകടല അരച്ച ചട്നിയും. പ്രാതൽ കഴിച്ചു വന്ന കിടക്കയിൽ മലർന്നു കിടന്നു. മദിരാശിയിലേക്ക് തിരിച്ചു പോയാലോ? എന്തിന്? ഇംഗ്ലീഷിൽ അഡ്വാൻസ്ഡ് കോഴ്സ്. എന്തിന്? സിവിൽ സർവീസിന് കോച്ചിങ് കൊടുക്കുന്ന സെൻറ്ററുകൾ ഉണ്ടാകും മദിരാശിയിൽ. ആർക്കു വേണ്ടി? വീട്ടിലേക്ക് മടങ്ങിപ്പോകാം. പോലീസ് അന്വേഷണത്തിൻ്റെ ചൂട് ആറിയിട്ടുണ്ടാവും. ഞാനെന്തിനാ നാട്ടിൽ നിന്ന് മാറി നിൽക്കണം? കുളിർക്കനെ എണ്ണ തേച്ച് കുളിച്ച് കുളത്തിൽ മുങ്ങിക്കുളിച്ച് അമ്മ വിളമ്പിത്തരുന്ന നല്ല രീതിയുടെ ചൂടുള്ള ചോറ്, കുമ്പളങ്ങ മുളകുഷ്യവും ഉറത്തൈരും കൂട്ടിക്കുഴച്ച് കടുമാങ്ങയും കൂട്ടി വയറു നിറച്ചുണ്ണണം. വൈകുന്നേരങ്ങളിൽ ആൽത്തറക്കൽ കൂട്ടുകാരുമായി വെടി പറയൽ. പിന്നെ നേരവും കാലവും ഒത്തുവരുമ്പോൾ തണ്ടാൻ വേലായുധൻ്റെ കടയിൽ ചെല്ലണം. കത്തുന്ന സാധനം 4 വിരൽ അകത്താക്കണം. പ്രകാശൻ ചുനങ്ങാട് എഴുതിയ കഴുകൻ എന്ന നോവലിലെ 3-ാം ഭാഗത്തിലെ 3-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.